എവരിത്തിങ് അറ്റ് ട്യൂബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ PSC പരീക്ഷയിൽ ചോദിക്കുന്ന വാഗ്ഭടാനന്ദ എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരു ലീഡറിനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. വാഗ്ഭടാനന്ദ വാസ് ബോൺ ഓൺ 27th April 1885 അറ്റ് വയലേരി വീട് ഇൻ പാട്യം ഇൻ കണ്ണൂർ. അതായത് വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്ത് വയലേരി വീട് എന്ന വീട്ടിലാണ്. ഈ പാട്യം എന്ന് പറയുന്ന സ്ഥലം തലശ്ശേരിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. ഏർലി നെയിം ഓഫ് വാഗ്ഭടാനന്ദ വാസ് കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദൻ്റെ മുൻപ് ജനിച്ച സമയത്ത് കുട്ടിക്കാലത്തെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. The real name of വാഗ്ഭടാനന്ദ ഗുരുദേവർ വാസ് VK ഗുരുക്കൾ, വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളോട് ചേർത്ത് വായിക്കാം. അതായത് വയലേരി വീട്ടിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. വാഗ്ഭടാനന്ദ കുട്ടിക്കാലത്തെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. അങ്ങനെ നമുക്ക് വാഗ്ഭടാനന്ദൻ്റെ ശരിക്കുമുള്ള പേര് VK ഗുരുക്കൾ എന്നായിരുന്നു. അതായത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു വാഗ്ഭടാനന്ദൻ്റെ ശരിക്കുമുള്ള പേര്. വാഗ്ഭടാനന്ദ വാസ് ഡിസിപ്പിൾ ഓഫ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു വാഗ്ഭടാനന്ദ. ബ്രഹ്മാനന്ദ ശിവയോഗി ഓർ ശിവയോഗി ഓഫ് ആലത്തൂർ ഫസ്റ്റ് കാൾഡ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ആസ് വാഗ്ഭടാനന്ദ. നമ്മൾ നേരത്തെ പറഞ്ഞു വാഗ്ഭടാനന്ദൻ്റെ ശരിക്കുമുള്ള പേര് VK ഗുരുക്കൾ എന്നായിരുന്നു. അപ്പോൾ ഈ VK ഗുരുക്കൾ എന്നറിയപ്പെട്ടിരുന്ന വാഗ്ഭടാനന്ദയെ വാഗ്ഭടാനന്ദ എന്ന് ആദ്യമായി വിളിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വാഗ്ഭടാനന്ദ ഫോംഡ് ആൻ ഓർഗനൈസേഷൻ നെയ്മഡ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ആസ് പാർട്ട് ഓഫ് ഹിസ് സോഷ്യൽ റെവല്യൂഷണറി മിഷൻ ടു ഫൈറ്റ് ദ കാസ്റ്റ് ബാരിയേഴ്സ് ഫോർ ദോസ് ഹൂ വെയർ ഡിനൈഡ് ലേബർ. കേരളത്തിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ടിരുന്ന, അതായത് ജാതിയുടെ പേരിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ടിരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്നുള്ള ഒരു സംഘടന വാഗ്ഭടാനന്ദൻ രൂപീകരിച്ചിട്ടുണ്ട്. വാഗ്ഭടാനന്ദ അഡോപ്റ്റഡ് രാജാറാം മോഹൻ റോയ് ആസ് ദ ഐഡിയൽ മോഡൽ ഫോർ ഹിസ് സോഷ്യൽ ആക്ടിവിറ്റീസ്. രാജാറാം മോഹൻ റോയിയെ മാതൃകയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മാതൃകാ പുരുഷനാക്കി കണക്കാക്കിക്കൊണ്ട് തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഒരു നേതാവായിരുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരുന്നു വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദ വാസ് മെയിൻലി അട്രാക്റ്റഡ് ബൈ ദ അദ്വൈത ഫിലോസഫി. അദ്വൈത സിദ്ധാന്തത്തിനോട് ആകൃഷ്ടനായിരുന്നു വാഗ്ഭടാനന്ദ. വാഗ്ഭടാനന്ദ സെലക്റ്റഡ് ദ സിറ്റി ഓഫ് കോഴിക്കോട് ആസ് ഹിസ് മെയിൻ സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി. കണ്ണൂർ ജില്ലയിലാണ് ജനിച്ചിരുന്നതെങ്കിലും വാഗ്ഭടാനന്ദ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത് കോഴിക്കോട് എന്ന സ്ഥലത്താണ്. വാഗ്ഭടാനന്ദ ഓർഗനൈസ്ഡ് ഇന്നർ ഡൈനിങ് അറ്റ് കോഴിക്കോട് ആൻഡ് കാൾഡ് ഇറ്റ് പ്രീതി ഭോജനം ഇൻ 1927. 1927 കോഴിക്കോട് വച്ച് വാഗ്ഭടാനന്ദൻ പ്രീതി ഭോജനം സംഘടിപ്പിച്ചു. വാഗ്ഭടാനന്ദ wrote editorial Save the Soul of Gandhiji when he started fast unto death to protest against communal award in 1932. 1932 കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവന്നപ്പോൾ അതിനെതിരായിട്ട് ഗാന്ധിജി മരണം വരെ നിരാഹാരം കിടന്നു. അപ്പോൾ ആ സമയത്ത് സേവ് ദ സോൾ ഓഫ് ഗാന്ധിജി എന്ന പേരിൽ എഡിറ്റോറിയൽ എഴുതിയ വ്യക്തിയാണ് വാഗ്ഭടാനന്ദ. വാഗ്ഭടാനന്ദ എഡിറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ദ പബ്ലിക്കേഷൻ ഓഫ് എ ജേണൽ കാൾഡ് അഭിനവ കേരളം in 1921 for political freedom and social justice from Calicut. കോഴിക്കോട് ജില്ലയിൽ നിന്നും
കോഴിക്കോട് എന്ന സ്ഥലത്ത് നിന്ന്, കോഴിക്കോട് ജില്ലയില്ല, കോഴിക്കോട് എന്ന സ്ഥലത്ത് നിന്നും അഭിനവ കേരളം എന്ന പേരിൽ 1921 ജേണൽ പുറത്തിറക്കിയ നേതാവാണ് വാഗ്ഭടാനന്ദ. മോട്ടോ ഓഫ് ദ ജേണൽ അഭിനവ കേരളം വാസ് അവേക്ക്, പ്രേ ടു ദ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്, എറൈസ് നൗ ഇറ്റ്സെൽഫ് ആൻഡ് ഒപ്പോസ് ഇൻജസ്റ്റിസ്. ദ ഫേമസ് കൊട്ടേഷൻ ഉണർന്നെണീപ്പിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ അനീതിയോടെതിർപ്പിൻ വാസ് ഗിവൺ ബൈ വാഗ്ഭടാനന്ദ. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഈ ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നത് വാഗ്ഭടാനന്ദനാണ്. അഭിനവ കേരളം എന്ന് പറയുന്ന അദ്ദേഹം കോഴിക്കോട് നിന്ന് പുറത്തിറക്കിയ ജേണലിൻ്റെ മുദ്രാവാക്യം തന്നെ ഇതായിരുന്നു: ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. The journal ശിവയോഗ വിലാസം was published by വാഗ്ഭടാനന്ദ in 1914 from Calicut. കോഴിക്കോട് ജില്ലയിൽ നിന്ന് തന്നെ അഭിനവ കേരളം എന്ന ജേണൽ കൂടാതെ ശിവയോഗ വിലാസം എന്ന പേരിൽ ഒരു ജേണലും വാഗ്ഭടാനന്ദൻ പുറത്തിറക്കിയിട്ടുണ്ട്. 1914 ശിവയോഗ വിലാസം എന്ന ജേണൽ പുറത്തിറക്കിയത്. 1921 അഭിനവ കേരളം എന്ന ജേണൽ പുറത്തിറക്കിയിട്ടുള്ളത്. In 1906, Vagbhadananda started a Sanskrit school named Tattva Prakashika Ashram at Karaparamba in Kozhikode for the poor and untouchables. പാവപ്പെട്ടവരും തൊട്ടുകൂടാത്തവരുമായ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കോഴിക്കോട്ടെ കാരപ്പറമ്പയിൽ നിന്നും തത്വപ്രകാശിക ആശ്രമം എന്ന പേരിൽ കോഴിക്കോട്ടെ കാരപ്പറമ്പയിൽ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1906 അതൊരു സംസ്കൃത സ്കൂളായിരുന്നു. അതിൻ്റെ പേരായിരുന്നു തത്വപ്രകാശിക ആശ്രമം. വാഗ്ഭടാനന്ദ എസ്റ്റാബ്ലിഷ്ഡ് രാജയോഗാനന്ദ കൗമുദി യോഗശാല ഇൻ 1911 അറ്റ് കല്ലായി ഇൻ കോഴിക്കോട്. കോഴിക്കോട്ട് കല്ലായി എന്ന സ്ഥലത്ത് 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദ ഇൻസ്പയർഡ് ദ ഫോർമേഷൻ ഓഫ് കർഷക സംഘം ഇൻ മലബാർ. മലബാർ ജില്ലയിൽ കർഷക സംഘം സ്ഥാപിക്കുന്നതിന് ഇൻസ്പിറേഷൻ കൊടുത്തത് വാഗ്ഭടാനന്ദനായിരുന്നു. വാഗ്ഭടാനന്ദ ഹാഡ് കോണ്ടാക്ട്സ് വിത്ത് ശ്രീനാരായണ ഗുരു ആൻഡ് ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വാഗ്ഭടാനന്ദ ശ്രീനാരായണ ഗുരുവും ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ചേർന്ന് പ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു. വാഗ്ഭടാനന്ദ എസ്റ്റാബ്ലിഷ്ഡ് ആത്മവിദ്യാ സംഘം ഇൻ 1917. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനായിരുന്നു. The journal known as ആത്മവിദ്യാ കാഹളം is started by വാഗ്ഭടാനന്ദ in 1929. 1929 ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്ന ജേണലും സ്ഥാപിച്ചത് ജേണൽ പുറത്തിറക്കിയത് വാഗ്ഭടാനന്ദനായിരുന്നു. ആത്മവിദ്യാ കാഹളം ഈസ് നോൺ ആസ് ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാ സംഘത്തിൻ്റെ ഒഫീഷ്യൽ പബ്ലിക്കേഷനായിട്ടാണ് ആത്മവിദ്യാ കാഹളം അറിയപ്പെട്ടിരുന്നത്. C.P. രാമൻ വാസ് ദ ഫസ്റ്റ് ചീഫ് എഡിറ്റർ ഓഫ് ജേണൽ ആത്മവിദ്യാ കാഹളം. വാഗ്ഭടാനന്ദൻ 1929 തുടങ്ങിവെച്ച ആത്മവിദ്യാ കാഹളം എന്ന ജേണലിൻ്റെ ആദ്യത്തെ എഡിറ്ററായിരുന്നു C.P. രാമൻ. ആത്മവിദ്യാ കാഹളം പ്രൊപ്പഗേറ്റഡ് ദ മെസ്സേജ് ആൻഡ് വർക്ക്സ് ഓഫ് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘത്തിൻ്റെ ഒഫീഷ്യൽ പബ്ലിക്കേഷനായിരുന്നു ആത്മവിദ്യാ കാഹളം. യജമാനൻ വാസ് മന്ത്ലി സ്റ്റാർട്ടഡ് ബൈ വാഗ്ഭടാനന്ദ ഗുരു ഇൻ 1937. 1937 വാഗ്ഭടാനന്ദൻ പുറത്തിറക്കിയ ഒരു മാസികയായിരുന്നു യജമാനൻ എന്ന പേരിൽ ഉള്ളത്. യജമാനൻ എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ 1937 പുറത്തിറക്കിയ മാസികയുടെ പേരാണ്. വാഗ്ഭടാനന്ദ ദ സോഷ്യൽ റിഫോർമർ ഓഫ് കേരള പ്രൊഹിബിറ്റഡ് ദ കസ്റ്റം എട്ടുമട്ട്. എട്ടുമട്ട് എന്ന് പറയുന്ന സോഷ്യൽ കസ്റ്റം, കേരളത്തിൽ നിലനിന്നിരുന്ന സോഷ്യൽ കസ്റ്റത്തിനെ എതിർത്തിരുന്ന ആളായിരുന്നു വാഗ്ഭടാനന്ദൻ.
ഇനി വാഗ്ഭടാനന്ദൻ്റെ ലിറ്റററി വർക്ക്സ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതും ഇതിനകത്ത് വരുന്നുണ്ട്. ആധ്യാത്മയുഗം, ആധ്യാത്മയുദ്ധം, ആത്മവിദ്യാലയമാല, ആത്മവിദ്യ, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ഈശ്വരവിചാരം, മാനസചാബല്യം. അപ്പോൾ നോക്കിക്കോളൂ, വാഗ്ഭടാനന്ദൻ്റെ ലിറ്റററി വർക്ക്സ് ആണ് നമ്മളീ പറയുന്നത്. ആധ്യാത്മയുഗം, ആധ്യാത്മയുദ്ധം, ആത്മവിദ്യാലയമാല, ആത്മവിദ്യ, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ഈശ്വരവിചാരം, മാനസചാബല്യം. ഇത്രയുമാണ് വാഗ്ഭടാനന്ദൻ്റെ ലിറ്റററി വർക്ക്സ്. അപ്പോൾ വാഗ്ഭടാനന്ദനെ കുറിച്ചുള്ള നമ്മുടെ പോർഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് കരുതുന്നു. ഗുണപ്രദമായെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് നല്ല ഫീഡ്ബാക്ക് തരിക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് എനിക്ക് കൂടുതൽ വീഡിയോ ഇടാൻ കഴിയുന്നതായിരിക്കും. എല്ലാവർക്കും സൗജന്യമായിട്ട് PSC പഠിക്കാൻ കഴിയണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞാനിത് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.